എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജായ വെരിലോഗിൽ എങ്ങനെയാണ് ബേസിക് ഗേറ്റ് സിമുലേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സൈലിങ്സിൻ്റെ ISC ഡിസൈൻ സ്യൂട്ട് 14.7 വേർഷനാണ്. ആദ്യം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇവിടെ അവസാനമായി ചെയ്ത പ്രൊജക്റ്റ് ഓപ്പണായി കിടക്കുന്നത് കാണാം. ആദ്യം നമ്മൾ ഈ പ്രൊജക്റ്റ് ഫയൽ മെനുവിലെ ക്ലോസ് പ്രോജക്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുക. തുടർന്ന് ബേസിക് ഗേറ്റ്സുകളൊന്നായ ഓർ ഗേറ്റ് നമുക്ക് എങ്ങനെയാണ് സിമുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ പുതിയ ഒരു പ്രോജക്റ്റ് ഫയൽ മെനുവിൽ ന്യൂ പ്രൊജക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. തുടർന്ന് ഓപ്പണായി വരുന്ന ന്യൂ പ്രൊജക്റ്റ് വിസാർഡ് വിൻഡോയിൽ ഒരു പ്രോജക്റ്റ് നെയിം കൊടുക്കുക. ഇവിടെ ഞാൻ OR02 എന്ന പേരാണ് കൊടുക്കുന്നത്. തുടർന്ന് നമുക്ക് പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ പാത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ള ഫോൾഡർ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ന്യൂ പ്രോജക്റ്റ് വിസാർഡ് വിൻഡോ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ പ്രൊജക്റ്റ് സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോയിൽ ഓപ്പണായി വന്നത് കാണാം. ഇനി നമുക്ക് ഓർ ഗേറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള കോഡുകൾ എഴുതണം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം പ്രോജക്റ്റ് മെനുവിൽ ന്യൂ സോഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ന്യൂ സോഴ്സ് വിസാർഡ് എന്ന മറ്റൊരു വിൻഡോ പ്രത്യക്ഷപ്പെട്ടത് കാണാം. ഈ വിൻഡോയിൽ സോഴ്സ് ടൈപ്പ് ഓപ്ഷനിൽ വെരിലോഗ് മൊഡ്യൂൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വലതുഭാഗത്ത് കാണുന്ന ഫയൽ നെയിം ഓപ്ഷനിൽ ഒരു പേര് കൊടുക്കുക. നമുക്കിവിടെ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ OR02 എന്ന പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത ഫയൽ നമ്മുടെ സോഫ്റ്റ്വെയർ വിൻഡോയിൽ ഓപ്പണായി വന്നത് കാണാം. ഇവിടെ ഈ ഫയൽ നെയിമിൽ തന്നെ ഒരു മൊഡ്യൂളും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ മൊഡ്യൂളിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സർക്യൂട്ടിൻ്റെ ആവശ്യമായുള്ള കോഡുകൾ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് പോർട്ടുകൾ ഡിക്ലെയർ ചെയ്യുകയും അതുപോലെ സർക്യൂട്ടിൻ്റെ ഫങ്ഷനാലിറ്റിക്ക് ആവശ്യമായ കോഡ് എൻ്റർ ചെയ്യുക എന്നീ കാര്യങ്ങളാണ്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം പോർട്ടുകൾ ഏതെല്ലാമാണ് എന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ഞാനൊരു 2 ഇൻപുട്ട് OR ഗേറ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇൻപുട്ട് A,B എന്ന കമാൻഡ് ആദ്യം ടൈപ്പ് ചെയ്യുന്നു. തുടർന്ന് ഔട്ട്പുട്ട് Y എന്ന കമാൻഡ് നൽകുന്നു. നമ്മളിങ്ങനെ ഇവിടെ ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ സർക്യൂട്ട് ഫങ്ഷനാലിറ്റിക്ക് ആവശ്യമായ കമാൻഡ് കോഡ് നൽകാം. ഇവിടെ OR ഗേറ്റ് ആയതുകൊണ്ട് OR എന്ന കമാൻഡാണ് അല്ലെങ്കിൽ കീവേഡാണ് നൽകുന്നത്. തുടർന്ന് അതിനുശേഷം നമ്മളൊരു ഇൻസ്റ്റാൻഷിയേഷൻ നെയിം കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ പോർട്ടുകൾ എൻ്റർ ചെയ്യുക. ഇവിടെ O1 എന്ന ഇൻസ്റ്റാൻഷിയേഷൻ നെയിം കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ Y, A, B എന്ന് നൽകുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽ സേവ് ചെയ്ത് കോഡിംഗ് അവസാനിപ്പിക്കുക. ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് മറ്റൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്ന കാര്യമാണ്. അതായത് നമ്മുടെ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യാൻ ആവശ്യമായ ടെസ്റ്റ് ബെഞ്ച് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിന് വീണ്ടും നമ്മൾ പ്രൊജക്റ്റ് മെനുവിൽ ന്യൂ സോഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ന്യൂ സോഴ്സ് വിസാർഡിനകത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ വെരിലോഗ് മൊഡ്യൂൾ സെലക്ട് ചെയ്ത് മറ്റൊരു പേര് ഫയൽ നെയിം നൽകുകയും ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പേരാണ് നൽകേണ്ടത്. ഇവിടെ ഞാൻ OR02_test എന്ന പേരാണ് കൊടുക്കുന്നത്. തുടർന്ന് നമുക്ക് ഈ ഫയലും വിൻഡോയിൽ ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത ഇൻപുട്ട് പോർട്ടുകൾ
റെജ് എന്ന പേരിൽ ഡിക്ലെയർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ റെജ് A, B സെമിക്കോളൻ എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് നേരത്തെ ചെയ്ത ഔട്ട്പുട്ട് പോർട്ടിനെ ഇവിടെ വയറായിട്ട് ഡിക്ലെയർ ചെയ്യുക. വയർ Y സെമിക്കോളൻ എന്നും കൊടുക്കുക. തുടർന്ന് നമ്മുടെ ഡിസൈൻ ലെവൽ മൊഡ്യൂളിനെ കോൾ ചെയ്യുക എന്ന കാര്യമാണ് പിന്നീട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഓർ 02 സ്പേസ് ഒരു ഇൻസ്റ്റൻഷ്യേഷൻ നെയിം കൊടുക്കുക. O2 ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ Y, A, B എന്ന് എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിവിടെ രജിസ്റ്റേഴ്സായി ഡിക്ലെയർ ചെയ്ത A, B എന്നീ വേരിയബിളുകളിലേക്ക് നമ്മുടെ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ 4 കണ്ടീഷൻസ് അസൈൻ ചെയ്യുക എന്നതാണ്. ഇതിനു വേണ്ടി ഇനീഷ്യൽ, ബിഗിൻ എന്നീ കോഡുകൾ എൻ്റർ ചെയ്തതിന് ശേഷം A=0 സെമിക്കോളൻ, B=0 സെമിക്കോളൻ, #5 സെമിക്കോളൻ, A=0 സെമിക്കോളൻ, B=1 സെമിക്കോളൻ, #5 സെമിക്കോളൻ, A=1 സെമിക്കോളൻ, B=0 സെമിക്കോളൻ, #5 സെമിക്കോളൻ, A=1 സെമിക്കോളൻ, B=1 സെമിക്കോളൻ എന്ന് എൻ്റർ ചെയ്യുക. തുടർന്ന് എൻഡ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ടെസ്റ്റ് ലെവൽ മൊഡ്യൂളിൻ്റെ കോഡിംഗ് കംപ്ലീറ്റ് ചെയ്യുകയും ഫയൽ സേവ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ നമ്മൾ #5 എന്ന് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ്സിന് ആവശ്യമായ ഡിലേ ലഭിക്കാൻ വേണ്ടിയാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഡിസൈൻ സെക്ഷനകത്ത് വ്യൂ ഓപ്ഷനിൽ 2 ഓപ്ഷൻസായ ഇംപ്ലിമെൻറ്റേഷൻ, സിമുലേഷൻ എന്നതിൽ സിമുലേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നമ്മുടെ ഹിയറാർക്കി സെക്ഷനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലുകൾ കാണാവുന്നതാണ്. ഇതിൽ ഓരോ ഫയലും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഐസിം സിമുലേറ്ററിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഐസിം സിമുലേറ്ററിൻ്റെ ഓപ്ഷനുകളിലൊന്നായ ചെക്ക് ബിഹേവിയറൽ സിൻടാക്സ് എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കോഡുകളിൽ സിൻടാക്സ് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സിൻടാക്സ് എറർ ഒന്നുമില്ലെങ്കിൽ അവിടെ പച്ച നിറത്തിൽ ടിക്ക് മാർക്ക് വന്നത് കാണാം. ഇവിടെ ഡിസൈൻ ലെവൽ മൊഡ്യൂളിനകത്ത് പോർട്ടുകൾ ഡിഫൈൻ ചെയ്യാത്തത് കാരണം എറേഴ്സ് പ്രത്യക്ഷപ്പെട്ടത് കാണാം. ഇത് ഒഴിവാക്കാൻ വേണ്ടി മൊഡ്യൂൾ ഡിക്ലറേഷൻ്റെ ബ്രാക്കറ്റിനകത്ത് Y, A, B എന്ന് എൻ്റർ ചെയ്ത് ഫയൽ വീണ്ടും സേവ് ചെയ്യുകയും ചെക്ക് ബിഹേവിയറൽ സിൻടാക്സ് ഓപ്ഷൻ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. തുടർന്ന് നമുക്ക് എറേഴ്സ് മാറി പച്ച ടിക്ക് മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് കാണാം. ഇതേപോലെ നമ്മുടെ ടെസ്റ്റ് ബെഞ്ച് മൊഡ്യൂളും സെലക്ട് ചെയ്ത് ചെക്ക് ബിഹേവിയറൽ സിൻടാക്സ് ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ ടെസ്റ്റ് ബെഞ്ച് മൊഡ്യൂൾ സെലക്ട് ചെയ്ത് സിമുലേറ്റ് ബിഹേവിയറൽ മോഡൽ എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിൻ്റെ ടൈമിംഗ് ഡയഗ്രാം ഐസിം സിമുലേറ്റർ വിൻഡോയിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഇവിടെ നമുക്ക് ടൈമിംഗ് ഡയഗ്രാം ചെക്ക് ചെയ്ത് നമ്മുടെ സർക്യൂട്ടിൻ്റെ ഫങ്ഷനാലിറ്റി പരിശോധിക്കാവുന്നതാണ്.
ഇതേപോലെ നമുക്ക് മറ്റ് ബേസിക് ഗേറ്റ്സും സിമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടി നമുക്ക് പുതിയ പ്രൊജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയോ പുതിയ മൊഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യുകയോ ആവാം. അതുമല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഡിസൈൻ ലെവൽ മൊഡ്യൂളിനകത്തെ ഫങ്ഷനാലിറ്റിയെ സൂചിപ്പിക്കുന്ന കീവേഡ് മാറ്റം വരുത്തിയും നമുക്ക് മറ്റ് ബേസിക് ഗേറ്റുകൾ സിമുലേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിസൈൻ ലെവൽ മൊഡ്യൂളിലെ ഓർ എന്ന കീവേഡ് മാറ്റി ആൻഡ് എന്നാക്കിയതിന് ശേഷം സിമുലേഷൻ റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻഡ് ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രം ലഭിക്കും. ഇതേപോലെ ആൻഡ് എന്ന കീവേഡിന് പകരം എക്സോർ എന്ന കീവേഡാണ് നൽകുന്നതെങ്കിൽ എനിക്ക് എക്സോർ ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രവും കിട്ടും. ഇങ്ങനെ നമുക്ക് ഏത് ഗേറ്റ്സും സിമുലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ചെയ്തിട്ടുള്ള കോഡിംഗ് ഗേറ്റ് ലെവൽ മോഡലിംഗ് വഴിയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് ഡാറ്റ ഫ്ലോ മോഡലിംഗ് വഴിയും ബിഹേവിയറൽ മോഡലിംഗ് വഴിയും സർക്യൂട്ടുകളെ സിമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതുതായി വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.